നമ്മൾ ഇന്ന് കപ്പയും മീൻ കൊണ്ടുള്ള 3 ഡിഷുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് കപ്പ നന്നായി കഴുകി വേവാൻ വയ്ക്കും. നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വറുക്കാനുള്ള മത്തി മസാല ഇട്ട് വെക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇത് നന്നായി ഇതിലേക്ക് പിടിപ്പിക്കുക. മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് വാളമീൻ തയ്യാറാക്കാനുള്ള മസാല റെഡിയാക്കാം. ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, 5 സ്പൂൺ തേങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ചെമ്മീൻ നന്നായി വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മീൻ കറിക്കുള്ള തേങ്ങ ചൂടാക്കി എടുക്കാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ. ഇത് നന്നായി മൂപ്പിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തേങ്ങയുടെ ഒരു പച്ചച്ചുവ മാറുന്ന അത്രയും മാത്രം ചൂടാക്കി എടുക്കുക. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഇത്രയും മൂത്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ട് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ ഉടച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് ആദ്യം കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത്ര മതി. കപ്പയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മീൻ കറിക്കുള്ള മസാല. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒരു മുരിങ്ങക്കായ, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത്, നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല, ആവശ്യത്തിന് വെള്ളവും ചേർത്ത്
ഇനി നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിനി അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇത് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. ചെമ്മീൻ ഇടിച്ച ഒരു തോരനാണ് ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാദ്യം ഈ ചെമ്മീൻ ഓരോന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് ഒരു ഇടി ഇങ്ങനെ ഇടിച്ച് നമുക്ക് ചെമ്മീൻ ഇടിച്ച് തോരന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ആദ്യം തേങ്ങ, ഒരു സബോള നുറുക്കിയത്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ളത്രയും മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെമ്മീൻ ഇടിച്ച തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും മസാലയും കൂടി ചേർക്കുക. ഇത് നന്നായി അടച്ച് വെച്ച് ഒരല്പം വെള്ളം ചേർത്ത് അടച്ച് വയ്ക്കണം, ആവിയിലൊന്ന് വേവാനായിട്ട്. നമ്മുടെ ഈ ഫിഷ് കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒരല്പസമയം കൂടെ കഴിഞ്ഞാൽ അത് നമുക്ക് റെഡിയാവും. ഇതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്ത് ആവിയിൽ വേവാനായിട്ട് മൂടി വയ്ക്കണം കുറച്ച് സമയം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തോരൻ ഇടിച്ചത് റെഡി ആയിട്ടുണ്ട്. അതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മീൻ കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ? അതും ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ രണ്ടും റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഓഫാക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പുരട്ടി വെച്ചിരുന്ന മത്തി ഓരോന്നായിട്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ വാളമീൻ കറി, ചെമ്മീൻ ഇടിച്ച തോരൻ, കപ്പ, മത്തി ഫ്രൈ ചെയ്തത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരാളെ ഇത് കഴിക്കാനായിട്ട് വിളിക്കാം. വേറെ എടുക്കേണ്ടി. എങ്ങനെയുണ്ട്?